ഹലോ, ആരല്ലോ ഇവിടെ? ആരുമില്ലേ? ആരാ? എന്ത് വേണം? കെടാമംഗലം അഴകി ടീച്ചറുടെ വീടല്ലേ? അതെ, ഞാനാണ് അഴകി ടീച്ചർ. ആ ടീച്ചറെ, എൻ്റെ മോനെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് ടീച്ചർ പറ്റില്ലെന്ന് പറഞ്ഞു. മോഹിനിയാട്ടം പഠിപ്പിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞ? മോൻ്റെ പേര് രാജൻ എന്നാണ്. ആ, അത് ഞാൻ പറഞ്ഞു. അതിനെന്താ കുഴപ്പം? കറുത്ത കളറുള്ള കുട്ടികള് മോഹിനിയാട്ടം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അവരെ ഒരു മത്സരത്തിനും അയക്കാൻ പറ്റൂല. കാരണം അവര് വിരൂപരും ഭംഗിയില്ലാത്തവരുമാണ്. അതുകൊണ്ട് അവരെ മത്സരത്തിന് അയക്കാൻ പറ്റില്ല. പിന്നെ എല്ലാ പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ ഈ ഡാൻസ് കളിച്ച് നടക്കാം. അതുകൊണ്ട് ഞാൻ കറുത്ത കുട്ടികളെ പഠിപ്പിക്കാറില്ല. അതിനിപ്പോ എന്താ? ടീച്ചറെ, കറുത്തത് മോശമാണെന്നും വെളുത്താണ് കൂടുതൽ ഭംഗിയുള്ളതെന്നും എവിടെയും പഠിപ്പിച്ചാണ് ടീച്ചറെ. ടീച്ചർ ഒരു അധ്യാപികയല്ലേ? പിള്ളേർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട ആളല്ലേ? ടീച്ചർ, എൻ്റെ മകൻ വിരൂപനായിക്കോട്ടെ, ആയിക്കോട്ടെ. എനിക്ക് എൻ്റെ മകൻ പ്രിയപ്പെട്ട തന്നെയാണ്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ്. ഞാൻ വിരൂപനാണ് ഇല്ല, ടീച്ചർ പറഞ്ഞു. എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എൻ്റെ അമ്മ എന്നെ വളർത്തിയേക്കണത് പൊൻകുഞ്ഞായിട്ട് തന്നെ വളർത്തിയാണ്. അതുപോലെ എൻ്റെ മക്കളെ ഞാൻ വളർത്തുന്നത്. എന്റെ അഭിപ്രായവും നിലപാടുകളും ഞാൻ പറയും. എന്റെ വായടിപ്പിക്കാൻ നിങ്ങൾ ആരാണ്? എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാൻ പറ്റില്ല. അതെന്റെ മാത്രം അഭിപ്രായമാണ്. അതിൽ കയറി അഭിപ്രായം പറയാനും എന്നെ ചോദ്യം ചെയ്യാനും നിങ്ങളായിട്ടില്ല. ഇത് എന്റെ വീടാണ്. ഇവിടെ വന്ന് തോന്നിയ ദിവസം വർത്താനം പറഞ്ഞാല് ടീച്ചർ പറഞ്ഞോ? ടീച്ചർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, പറഞ്ഞോ. പക്ഷെ അതിന് തിരിച്ച് മറുപടി പറയാന്നുള്ളത് എൻ്റെയും കൂടി അവകാശമാണ്. അത് ഞാൻ മാന്യമായിട്ട് പറയും. ടീച്ചർക്ക് ഇല്ലാത്തതും എനിക്കുള്ളതുമായ ഒരു കാര്യമുണ്ട്. അതെന്നറിയാമോ? സംസ്കാരം. ടീച്ചറുടെ ഭാഷയിൽ സംസാരിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാണ്ടല്ല. ഈ സംസ്കാരം ഉള്ളതുകൊണ്ട് ഞാനത് പറയുന്നു. പക്ഷെ എനിക്ക് മറുപടി പറയാൻ ടീച്ചറുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ. അതിനോടെയാണ് ഞാൻ വന്നത്. നിങ്ങളൊക്കെ ജീവിക്കേണ്ടതേ ഈ നൂറ്റാണ്ടിലല്ല, കാലം പുറകോട്ട് സഞ്ചരിക്കും. അവിടെ പോയി ജീവിക്കണം നിങ്ങൾ. പക്ഷെ നിങ്ങൾ പറയുന്നത് ഞാനൊരു താഴ്ന്ന ജാതിക്കാരനാണ്, അതുകൊണ്ട് എൻ്റെ മകനെ പഠിപ്പിക്കാൻ പറ്റില്ല. എൻ്റെ മകൻ കറുപ്പാണ്, കാണാൻ വിരൂപനാണ്, കാക്കിയുടെ കളറുള്ളവനാണ്. പക്ഷെ നിങ്ങളത് പറയാൻ പാടില്ല. നിങ്ങളൊരു അധ്യാപികൻ. നിങ്ങളുടെ മുന്നിൽ വരുന്നവർ വിദ്യ അഭ്യസിക്കാൻ വേണ്ടി വരുന്നവരാണ്. അതിനകത്ത് ഇല്ലാത്തവനുണ്ടാവും, ഉള്ളവനുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ടീച്ചർ ചത്ത മണ്ണടിയുമ്പോഴേ ബലിയിടും. അന്നേരം വന്ന് ബലിച്ചോറുണ്ടും കാക്ക. കളററിയാമോ എന്താണെന്ന്? ഈ മരണം പോലും നിങ്ങൾക്കൊരു ശിക്ഷയൊന്നുമല്ല, മോചനമാണ് ഈ പാഠ്യ ജന്മത്തിൽ നിന്ന്.